സ്ഥിരീകരിച്ചതുപോലെ തന്നെ അതിദാരുണമായൊരു അപകടമാണ് ഉണ്ടായത്. കേരളത്തിൽ എല്ലായിടത്തും ടിപ്പർ ലോറികളുടെ, പ്രത്യേകിച്ച് ഇതുപോലെ ലോഡ് കയറ്റുള്ള ലോറികളുടെയൊക്കെ അമിത വേഗതയെക്കുറിച്ചും തുടർന്നുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും സർക്കാരുകൾ ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും സ്കൂൾ ടൈം, ഇപ്പോൾ കേരളത്തിൽ 7 മണി മുതൽ തന്നെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇതിന് ലോഡ് കയറ്റിയുള്ള വണ്ടികൾ വരുന്നത് തീർച്ചയായും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഗൗരവമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള പരമാവധി മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ മിനിസ്റ്റർ വിശദീകരിച്ചു. പ്രിയപ്പെട്ട MP സംഭവം അറിഞ്ഞ സമയം മുതൽ ഇവിടെയുണ്ട്. ഇവിടുത്തെ എല്ലാ ജനനേതാക്കന്മാരുമുണ്ട്. തീർച്ചയായും വേദനയുണ്ട്. മരണത്തിലും അതുപോലെ തന്നെ ചികിത്സയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ഇതുവരെ എല്ലാം ചികിത്സാ കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധിക്കും. സഭ ഒഴിവാക്കിയാണ് ഞാനും ബഹുമാന്യയായ മന്ത്രി ബിന്ദു കൃഷ്ണൻ ഇവിടേക്ക് എത്തിയത്. സംഭവത്തിന്റെ ആ സമയം മുതൽ തന്നെ ബഹുമാനപ്പെട്ട MP ഇവിടെ ഉണ്ടായിരുന്നു. പ്രാഥമികമായി പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു. അമിത വേഗത്തിൽ വന്ന വാഹനം ഈ ബൈ റോഡിൽ തിരിയുമ്പോഴത്തേക്കും ആക്സിഡന്റ് ഉണ്ടായി. അതേസമയം തന്നെ അമിത വേഗം തന്നെയാണ് ഇത് മറ്റ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റു കാര്യങ്ങൾ പോലീസ് അതിന്റെ തുടർന്നുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോ പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് ഏറ്റെടുക്കും. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൽകുന്ന സഹായം സംബന്ധിച്ച് ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ട്. ക്യാബിനറ്റ് ഡിസിഷൻ വേണ്ട കാര്യമാണ്, അല്ലാത്തതും അപകടമാണ്. അതും ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന സഹായത്തെ സംബന്ധിച്ചിട്ടുമുള്ള തീരുമാനമുണ്ടാകും. ഇതാണ് പ്രാഥമികമായിട്ട്